അതിന്റെ റിലേഷനൊക്കെ നമ്മൾ പറഞ്ഞതുണ്ട്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നമ്മൾ ക്ലിയർ കട്ട് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റിന്റെ ബിഹേവിയർ ഉണ്ടാവും, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റിന്റെ ബിഹേവിയർ ഉണ്ടാവും. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സെമി വേരിയബിൾ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ഒരേ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റിന്റെ ബിഹേവിയറും സെമി വേരിയബിൾ കോസ്റ്റിന്റെ ബിഹേവിയറും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിസിറ്റി ചാർജസ്. ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് ആലോചിച്ച് നോക്കുക. ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റിന്റെ മീറ്റർ റെന്റ് ഉണ്ട്. ഓക്കെ, മീറ്ററിന് വരുന്ന റെന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി കൺസപ്ഷന് വരുന്ന ചാർജസ് ഉണ്ട്. ഓക്കെ, മീറ്റർ റെന്റ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ 120 രൂപ കൊടുക്കണം. ഓക്കെ, പക്ഷെ യൂണിറ്റ് കൺസ്യൂം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇലക്ട്രിസിറ്റി യൂണിറ്റ് കൺസപ്ഷൻ ചെയ്തതിന്റെ ചാർജും കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിൽ ഇത് ഫിക്സഡ് ആണല്ലോ. ഓക്കെ, യൂണിറ്റ് കൺസ്യൂം ചെയ്താൽ ഇത് ഫിക്സഡ് ആണ്. യൂണിറ്റ് കൺസ്യൂം ചെയ്താൽ എന്താ, നമ്മൾ അതിനനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അതിന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു യൂണിറ്റിന് എത്ര എമൗണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിവേ, ഒരു യൂണിറ്റിന് പറയുന്നുണ്ട്. സപ്പോസ് ഒരു യൂണിറ്റിന് 5 രൂപയെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഒരു യൂണിറ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ 5 രൂപ കൊടുത്താൽ മതി. ഓക്കെ, ഇനി 2 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ 10 രൂപ കൊടുക്കണം. ഓക്കെ, അപ്പൊ അത്ര നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ 125 രൂപയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജസ് ആയിട്ട് കൊടുക്കേണ്ടത്. 2 യൂണിറ്റ് ആണെങ്കിൽ 130 ആവും. ഓക്കെ, എങ്ങനെ 130 ആവുന്നത്? 120 മീറ്റർ റെന്റും 10 നമ്മൾ യൂണിറ്റ് കൺസ്യൂം ചെയ്ത 10 കൂടിയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയാ? സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, സെമി വേരിയബിൾ കോസ്റ്റിൽ നമുക്ക് 2 എലമെന്റ് വരും. ഫിക്സഡ് കോസ്റ്റിന്റെ എലമെന്റും വരും, വേരിയബിൾ കോസ്റ്റിന്റെ എലമെന്റും വരും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജസിൽ മീറ്റർ റെന്റ് ഫിക്സഡും ആണ്, യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത് വേരിയബിൾ ആണ്. ഇതാണ് സെമി വേരിയബിൾ കോസ്റ്റിൽ വരുന്ന ഒരു എലമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സഗ്രേഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. Segregation of fixed cost and variable cost. Okay. Segregation of fixed cost and variable cost. Segregation of fixed cost and variable cost. Okay, study good. Got segregation of fixed cost and variable cost. Suppose unit produce ചെയ്യുമ്പോൾ 100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ്, ഒരു മിനിറ്റ്, ടോട്ടൽ കോസ്റ്റ് ഞാൻ വിചാരിക്കട്ടെ 500 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 300 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 900 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് പറയാണ് കാൽക്കുലേഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഫ്രം ദ എബോവ് ഡാറ്റ. ഓക്കെ, എന്നിട്ട് ഇവിടെ എഴുതുക കാൽക്കുലേഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഫ്രം എബോവ് ഡാറ്റ. എബോവ് ഡാറ്റ എന്ത് ചെയ്യാം? ഫ്രം എബോവ് ഡാറ്റയിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കണ്ടുപിടിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ എങ്ങനെ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിക്കാം? അപ്പൊ നമ്മൾ ഈ സാധനത്തിനെ ഞാൻ ഇതേപോലെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ പറയണേ ചേഞ്ച്
ചേഞ്ച് ഞാൻ പറയാം. ചേഞ്ച് എത്ര യൂണിറ്റാണ് ചേഞ്ച് ചെയ്തത്? 100 യൂണിറ്റ് ആണ് ചേഞ്ച് ചെയ്തത്. എത്ര കോസ്റ്റ് ചേഞ്ച് ചെയ്തു? 100 കോസ്റ്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, നിങ്ങൾ ആദ്യം 100 യൂണിറ്റ് ചേഞ്ച് ചെയ്തപ്പം എത്ര കോസ്റ്റ് കൂടി? 400 കോസ്റ്റ് കൂടി. നോക്കണേ, 200 യൂണിറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ 400 കോസ്റ്റ് കൂടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്താ വെച്ചാൽ, സി വെരി ക്ലിയർ ആണ്, ക്ലിയർ കട്ട് ആയിട്ട് തന്നെ പറയാം. നമുക്ക് 200 യൂണിറ്റ് കൂടിയപ്പോൾ നമുക്ക് 400 യൂണിറ്റ് കൂടി. അപ്പൊ ആ 400 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കൂടുകയാണെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. കാരണം അത് വേരിയബിൾ കോസ്റ്റ് ഡെഫിനിഷനിൽ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എന്താ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞത്? വേരിയബിൾ കോസ്റ്റ് എന്നാൽ പ്രൊഡക്ഷന്റെ ലെവൽ അനുസരിച്ച് വേരിയബിൾ കോസ്റ്റും ചേഞ്ച് വരും. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു കോസ്റ്റ് കൂടുകയാണെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് ഏതെങ്കിലും കോസ്റ്റ് കുറയുകയാണെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. ക്ലിയർ? രണ്ടും നമുക്ക് ഇവിടെ അറിയാം, ഈ പറയുന്ന 400 രൂപ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 400 ഡിവൈഡഡ് ബൈ 200. അപ്പൊ എത്ര വരും? 400 ഡിവൈഡ് ബൈ 200, 400 ഡിവൈഡ് ബൈ 200. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയും 2 ആണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളൊരു ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇക്വേഷൻ ആയിട്ട് പഠിക്കുമ്പോൾ ഇക്വേഷനിൽ എങ്ങനെയാ പറയുന്നത്? സി ഇക്വേഷനിൽ കറക്റ്റ് ആയിട്ട് പറയും, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ്. ഓക്കെ, ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് എത്ര? 900 മൈനസ് 500 ആണ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് 300 മൈനസ് 100, വിച്ച് മീൻസ് നമുക്കറിയാം 400 ഡിവൈഡഡ് ബൈ 200, വിച്ച് മീൻസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 2 ആണ് പെർ യൂണിറ്റ്. ഓക്കെ, ഈ ഇക്വേഷൻസ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് നമ്മൾ എന്തൊക്കെ വരാം? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്താൽ ഞാൻ 100ന്റെ എലമെന്റ് എടുത്തു. 100ന്റെ ആദ്യം ഞാൻ പറയുന്നത് ടോട്ടൽ കോസ്റ്റ് എന്നാൽ 500. അപ്പൊ 500 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് അറിയില്ല പ്ലസ് വേരിയബിൾ കോസ്റ്റ് എന്താ? 2 into 100 ആണ്. കാരണം വേരിയബിൾ കോസ്റ്റ് എന്ന 2 പെർ യൂണിറ്റ് ആണ്. അപ്പൊ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 into 100, വിച്ച് മീൻസ് 500 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 200. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എത്ര വരും? ഫിക്സഡ് കോസ്റ്റ് എന്നാൽ 500 മൈനസ് 200 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. സോ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 300. Then variable cost is equal to 2 into 100 is equal to 200. റെഡി ആണല്ലോ? ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. നോട്ട് ചെയ്യ്. ഓക്കെ, ഇനി നമ്മൾ 100 തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. 300 വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ 300 വരുന്നത്? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ്
വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 300 ആകുമ്പോൾ 900 അല്ലേ വരിക. സോ 900 ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് അറിയില്ല, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് 2 ഇൻറ്റു 900 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഒരു 2 ഇൻറ്റു 900 അല്ല, 2 ഇൻറ്റു 300. ഓക്കെ, that means 900 is equal to fixed cost plus 600. Then അങ്ങനെയാണെങ്കിൽ 900 minus 600 is equal to fixed cost. So fixed cost is equal to 300. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഇന്ന തന്നെ എടുക്കണം അങ്ങനെ ഒരു നിർബന്ധം എവിടെയും പറയുന്നില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡൺ. അടുത്തത് ഇക്വേഷൻ മെത്തേഡ്. ഓക്കെ, അടുത്തത് ഇക്വേഷൻ മെത്തേഡ് ആണ്. ഇക്വേഷൻ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ മെത്തേഡ് എങ്ങനെ ഫോളോ ചെയ്യാം എന്ന് നോക്കാം. ഇക്വേഷൻ മെത്തേഡ്. ഇക്വേഷൻ മെത്തേഡിൽ നോട്ട് ചെയ്യേണ്ടത് നമ്മൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് എടുക്കേണ്ടത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുക്കാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്നാണല്ലേ. നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, then total cost is equal to ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് അറിയില്ല, പ്ലസ് നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ നമ്മൾ വേണമെങ്കിൽ ടേബിൾ അങ്ങോട്ട് എടുത്ത് വെച്ചിടാം. ഓക്കെ, ഫസ്റ്റത്തെ കേസിൽ നമ്മൾ പറയും, ഫസ്റ്റത്തെ കേസിന്റെ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ പറയും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയും 500 ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്ന് എത്രയും 500 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് അറിയില്ല പ്ലസ് വേരിയബിൾ കോസ്റ്റ് എങ്ങനെ നമുക്കറിയാം 1000 ഇൻറ്റു എക്സ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ കേസിൽ 300 യൂണിറ്റിന്റെ കേസിൽ ടോട്ടൽ കോസ്റ്റ് 900 ആണ്. അപ്പൊ 900 പ്ലസ് 900 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 300 ഇൻറ്റു എക്സ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ കുറച്ചും കൂടി മാറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു 500 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 100 എക്സ് എന്ന് പറയാം. രണ്ടാമത്തെ ഇക്വേഷൻ 900 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 300 എക്സ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ 1. ഇതിന് ഇക്വേഷൻ 2 എന്ന് പറയാം. ഇനി എന്ത് ചെയ്യാം? ഇക്വേഷന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് 1 2 കുറയ്ക്കാം. ഇക്വേഷൻ 1 2 2 1 എന്തോ വെച്ചാൽ കുറയ്ക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ. ഞാൻ 2 1 കുറയ്ക്കാം ഇക്വേഷൻ. ഓക്കെ, ടു 1 ഓക്കെ. നയൻ ഹൺഡ്രഡിന് 500 കുറഞ്ഞ സമയത്ത് 400 ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ 0 പ്ലസ് 200 എക്സ് എന്ന് പറയും കേട്ടോ. സി അല്ല 200 എക്സ് എന്ന് പറയും. ഓക്കെ, ഈ എക്സ് അപ്പൊ ഇക്വേഷനിൽ 400 ഈസ് ഈക്വൽ ടു 200 എക്സ് 30. ഇനി എക്സിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 200 വിച്ച് മീൻസ് 400 ഡിവൈഡ് ബൈ 200. 2 per യൂണിറ്റ്, 2 per യൂണിറ്റ് ആണ്.
പിന്നെ നേരത്തെ ചെയ്ത അതേപോലെ ഇക്വേഷനിലേക്ക് ഇടാം. ഇക്വേഷനിലേക്ക് ഇടുന്ന സമയത്ത് ഇപ്പോൾ 500 കേസാണെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷനിലേക്ക് ഇടുക. അങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ ഇക്വേഷനിലേക്ക് ഇടുക. 500 is equal to fixed cost plus 100 x 500 is equal to fixed cost plus 100 into 2, which is 500 is equal to fixed cost plus 200. Then 500 minus 200 is equal to fixed cost. Then fixed cost is equal to 300.